സിന്ദൂരവർണം ആണ്. സിന്ദൂരവർണം വെച്ചാൽ ചുവന്ന നിറം. ചതുർഭുജായ 4 കൈകള്. രത്നകുംഭധാരിണേ രത്നകുംഭത്തെ ധരിച്ചയാള്. പിന്നെ മമ സർവദോഷഹാരിണേ എന്റെ എല്ലാ ദോഷത്തെയും ഹരിക്കുന്ന ഇല്ലാണ്ടാക്കുന്നയാള്. സർവവിഘ്നഛേദിനെ സർവവിഘ്നത്തെയും ഛേദനം ചെയ്യുന്നയാള് ഇല്ലാണ്ടാക്കുന്നയാള്. സർവപാപ നികൃന്തിനെ എല്ലാ പാപത്തെയും നികൃന്തനം ചെയ്യുന്ന ഇല്ലാണ്ടാക്കുന്നയാള്. സർവശൃംഖലത്രോടിനെ എല്ലാ ചങ്ങലകളെയും ത്രോടനം ചെയ്യുന്ന പൊട്ടിക്കുന്നയാള്. ചങ്ങലകളെയൊക്കെ പൊട്ടിക്കുന്നയാള്. സർവയന്ത്രത്തോടിനെ എല്ലാ യന്ത്രത്തെയും സ്ഫോടനം ചെയ്യുന്നയാള് നശിപ്പിക്കും. ധ്യാന ശ്ലോകം നോക്കാം. അക്ഷമാലാം കുഠാരം ച അക്ഷമാലാം കുഠാരം ച അക്ഷമാലാം കുഠാരം ച അക്ഷമാലാം കുഠാരം ച രത്നപാത്രം സ്വദന്തകം രത്നപാത്രം സ്വദന്തകം രത്നപാത്രം സ്വദന്തകം അക്ഷമാലാം കുഠാരം ച രത്നപാത്രം സ്വദന്തകം ധത്തേ ധത്തേ കരൈർ വിഘ്നരാജോ ധത്തേ കരൈർ വിഘ്നരാജോ ധത്തേ കരൈർ വിഘ്നരാജോ ധത്തേ കരൈർ വിഘ്നരാജോ ഢുണ്ഡിനാമ മുദേസ്തു നഃ 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 അക്ഷമാല ധത്തേ കരേർ വിഘ്നരാജോ ഢുണ്ഡിനാമ നമോസ്തുതേ ഢുണ്ഡിനാമ മുദേസ്തു നഃ അക്ഷമാലാം കുഠാരം ച രത്നപാത്രം സ്വദന്തകം ധത്തേ കരേർ വിഘ്നരാജോ ഢുണ്ഡിനാമ മുദേസ്തു നഃ ഢുണ്ഡിനാമ മുദേസ്തു നഃ. ഇതാണ് ധ്യാന ശ്ലോകം. ഇതിന്റെ അർത്ഥം കൈകളിൽ എന്തൊക്കെയുള്ളതാണെന്നാണ് ആദ്യത്തെ 2 വരികള്. അക്ഷമാലാം കുഠാരം ച അക്ഷമാലയുണ്ട്. അക്ഷമാല എന്ന് പറയുമ്പോൾ രുദ്രാക്ഷമാല എന്ന് കണക്കാക്കാം. കുഠാരം കുഠാരം എന്ന് പറഞ്ഞാൽ മഴുവാണ്. അക്ഷമാലയും കുഠാരവും. പിന്നെ രത്നപാത്രം സ്വദന്തകം രത്നപാത്രം ഉണ്ട്. സ്വദന്തകം ദന്തം സ്വന്തം പല്ല് അല്ലെങ്കിൽ കൊമ്പ്. ഇങ്ങനെ 4 കൈകള്. ധത്തേ ഈ ഇതിനെയൊക്കെ ധത്തേ കരൈ കരൈ ധത്തേ കരങ്ങളെ കൊണ്ട് ധരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ധത്തേ കരൈർ വിഘ്നരാജ വിഘ്നരാജൻ എങ്ങനെയുള്ള വിഘ്നരാജനാണ്? ഢുണ്ഡിനാമ വിഘ്നരാജ ഢുണ്ഡി എന്ന് പേരായിട്ടുള്ള വിഘ്നരാജൻ. ആ വിഘ്നരാജൻ ഢുണ്ഡിനാമ വിഘ്നരാജ ന മുദേ അസ്തു ന മുദേ അസ്തു. അതായത് നമ്മുടെയൊക്കെ മുദേ സന്തോഷത്തിന് വേണ്ടിയിട്ട് അസ്തു ഭവിക്കട്ടെ. നമ്മുടെയൊക്കെ നമ്മുടെ ന എന്നുള്ളത് അസ്മത് ശബ്ദമാണ്. അതിന്റെ അഹം മാമ അവാം നൗ അസ്മാൻ ന അതിന്റെ അസ്മാകം അല്ലെങ്കിൽ അസ്മഭ്യം ന അതാണ് നമ്മുടെ നമ്മൾക്കായിക്കൊണ്ട് മുദേ അസ്തു നമ്മുടെയൊക്കെ മുദേ
സന്തോഷത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. അസ്തു ഭവിക്കട്ടെ എന്നർത്ഥം. ഈ ഢുണ്ടി എന്നുള്ളത് ണ്ട എന്നുള്ളത് പലതരത്തിലുണ്ട് കേട്ടോ. ണ്ട ആയിട്ടുമുണ്ട്, പിന്നെ ണ ഢ ആയിട്ടുമുണ്ട്. ഢ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ഢ എന്നും അതേ അക്ഷരം തന്നെ ണ കഴിഞ്ഞിട്ടും വരിക, ന് കഴിഞ്ഞിട്ടും അതേ അക്ഷരം തന്നെ. ധീ ഢീ അങ്ങനെയാവാം. അല്ലെങ്കിൽ ഈ ചെണ്ട എന്നൊക്കെ ഉള്ള പോലത്തെ ണ്ട ഢുണ്ടി അതും ആവാം. ഇത് രണ്ടായാലും തെറ്റ് വരുന്നില്ല. ഢുണ്ടി നാമ അക്ഷമാലാം കുഠാരഞ്ച രത്നപാത്രം സ്വതന്തകം ധത്തേ കരേർ വിഘ്നരാജോ. ഢുണ്ടി നാമ, ഢുണ്ടി എന്ന് പേരുള്ളതായ ആ വിഘ്നേശ്വരൻ, വിഘ്നരാജൻ, ന മുദേ അസ്തു നമ്മുടെയൊക്കെ മോദത്തിനായിക്കൊണ്ട് സന്തോഷത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ.